ഇന്നത്തെ ലോകത്ത് നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും ജീവിതവും ജോലിയും. മനുഷ്യർ ഒരു ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്യും. എന്നാൽ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനോ കൂടുതൽ സ്വത്തുക്കൾ സമ്പാദിക്കാനോ വേണ്ടി അമിതമായ സമയം ജോലി ചെയ്യുന്നതിൻ്റെ സമർത്ഥമില്ലാതെ അവരുടെ ജോലി ആസ്വദിക്കുകയും ഉള്ളതിൽ സംതൃപ്തരാകുകയും ചെയ്യും. തളർച്ചയും ക്ഷീണവും ഇനി കൈകാര്യം ചെയ്യേണ്ട പ്രശ്നങ്ങളായിരിക്കില്ല. ദൈവം ഉദ്ദേശിച്ചതുപോലെ ജീവിതം സന്തുലിതവും സമാധാനപരവുമാകും. പ്രകൃതിയിലെ ശാന്തത ആളുകൾ എത്രമാത്രം ആസ്വദിക്കുമെന്നും സങ്കല്പിക്കുക. നഗരങ്ങൾ വെറും വാണിജ്യത്തിൻ്റെ തിരക്കുള്ളതായിരിക്കില്ല, മറിച്ച് കുട്ടികൾ കളിക്കാനും പ്രായമായവർക്ക് വിശ്രമിക്കാനും കഴിയുന്ന സ്ഥലങ്ങളായിരിക്കും. ഓരോ 7-ാം ദിവസവും ദൈവത്തിൻ്റെ ശബ്ദത്തിൽ മനുഷ്യർ വിശ്രമിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതിനാൽ എല്ലാ ജോലിയും വ്യാപാരവും നിർത്തപ്പെടും. ഈ കുടുംബകേന്ദ്രീയ സമൂഹത്തിൽ മനുഷ്യർ അവരുടെ ബന്ധുക്കളോടൊപ്പം സമയം ചിലവഴിക്കുകയും മറ്റു കുടുംബങ്ങളുമായി ശക്തമായ സൗഹൃദങ്ങൾ വളർത്തുകയും ചെയ്യും. കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒരുമിച്ച് ഭക്ഷണം പങ്കിടുകയും പരസ്പര സാന്നിധ്യം ആസ്വദിക്കുകയും ചെയ്യുന്നതിനാൽ പട്ടണങ്ങളിലുടനീളം ചിരിയുടെയും സന്തോഷവുമായ നിറഞ്ഞ ശബ്ദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കും. സാങ്കേതിക വിദ്യ ഇല്ലാതാകുമെന്ന് വിശ്വസിക്കാനുള്ള യാതൊരു കാരണവുമില്ല, മറിച്ച് അത് കൂടുതൽ വളർന്ന് പുരോഗമിക്കാനാണ് എല്ലാ കാരണങ്ങളും സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ സാധ്യതയുള്ള നെഗറ്റീവ് സ്വഭാവങ്ങളെ മനുഷ്യർക്ക് നിയന്ത്രിക്കാൻ കഴിയും. ജീവിതത്തിൻ്റെ മന്ദഗതിയിലുള്ള നില മനുഷ്യർ കൂടുതൽ സൃഷ്ടിപരമായ സമയത്തെ ഒരുക്കും. യെശയ്യാ എഴുതിയതുപോലെ അക്കാലത്ത് സർവ്വഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു. അവർ ആർത്തുപാടുന്നു. ദൈവം സംഗീതത്തെയും കലകളെയും സ്നേഹിക്കുന്നതിനാൽ ഈ സാംസ്കാരിക ഘടകങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. സഹസ്രാബ്ദത്തിൽ നല്ല സംഗീതം, തേജസ്സുള്ള സാഹിത്യം, ഉത്സാഹപരമായ വിനോദങ്ങൾ, മനോഹരമായ കലകൾ എന്നിവയാൽ സമ്പന്നമായ ഒരു പുതിയ സൃഷ്ടി പ്രചോദനത്തിൻ്റെയും സൃഷ്ടിപൂർണതയുടെയും നവോത്ഥാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മൊത്തമായും ദൈവത്തിൻ്റെ നിയമത്തിലെ സ്വാതന്ത്ര്യത്തിനുള്ളിൽ ആയിരിക്കും. വിനോദങ്ങളും കലകളും മനുഷ്യർ സൃഷ്ടിച്ചെടുക്കുന്ന എല്ലാവിധ അധപതനവും അതിൻ്റെ ഭീകരമായ ഫലങ്ങളുമെല്ലാം ഇനി അവതരിപ്പിക്കുകയില്ല. പകരം ജീവിതം നൽകുന്ന ഏറ്റവും മികച്ചതിനെ അവർ ആസ്വദിക്കും.